ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 10:30 ആകുമ്പോഴേക്കും എങ്ങനെ അടുക്കള പണികളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയ്ക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് ഓട്ടട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ അതിനുള്ള തേങ്ങയിലിട്ട് ചിരണ്ടെന്ന്. പിന്നെ തേങ്ങ ചിരണ്ടിയതിന് ശേഷം ചിരവൊക്കെ ഒന്ന് ആദ്യം തന്നെ എടുത്ത് വെച്ചു. പിന്നെ അതിന് അത്യാവശ്യം ചോറാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി അതിലിട്ടിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ഓട്ടട ഉണ്ടാക്കാറ്. ഇങ്ങനെ ആകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വരും കേട്ടോ ഓട്ടടൊക്കെ വറ്റി ചേർക്കുമ്പോൾ. അങ്ങനെ രണ്ടാമതും മരച്ചെടുത്തു, മാവ് റെഡി ആയിട്ടോ. പിന്നെ മിക്സിയിൽ ഒരിത്തിരി വെള്ളം ചേർത്തുകൊണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സി ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ വീഡിയോ കാണുന്നവർക്കൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു ലൈക്കും കൂടി കൊടുക്കണേ. അപ്പോൾ പത്തിരി ചുട്ടി ആദ്യം തന്നെ ഒന്ന് കഴുകി റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഇന്ന് അടുപ്പത്താണ് കേട്ടോ തുടങ്ങുന്നത് പരിപാടികളൊക്കെ. ഒരുപാട് ദിവസമായിരുന്നു കേട്ടോ അടുപ്പ് കത്തിച്ചിട്ട്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കത്തിപ്പിടിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കത്തിപ്പിടിച്ചു. അങ്ങനെ ഓട്ടടച്ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചുട്ടോ ആദ്യം തന്നെ. അതിന് ശേഷം ചോറിനുള്ള വെള്ളമാണ് കേട്ടോ ഈ വെക്കുന്നത്. ഇതുവരെ പിന്നെ നോമ്പായതുകൊണ്ട് പിന്നെ രാവിലെ അടുക്കള പണികളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. ഇപ്പോൾ പിന്നെ നേരം വെളുത്ത അടുക്കളയിൽ പണി തുടങ്ങിയില്ലേ. രാവിലെ നേരം വെളുത്ത് വൈകുന്നേരം ആവോളം പണി തന്നെ. കൂലിയില്ലാത്ത അടുക്കള പണി രാവിലെ തന്നെ തുടങ്ങൂലേ. അങ്ങനത്തെ ഫസ്റ്റത്തെ ഓട്ടട കേട്ടോ. ഓട്ടടക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓട്ടട ചട്ടി നല്ലോണം ചൂടാവണം, എന്നാലട്ടെ ഇതുപോലെ തന്നെ പെട്ടെന്ന് കിട്ടുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ചട്ടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ. അങ്ങനത്തെ രണ്ടാമത്തും പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ ഓട്ടട. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും കേട്ടോ ഓട്ടട. അതുകൊണ്ട് പിന്നെ കഴിക്കാൻ സുഖമാണ്. അതുകൊണ്ടാണ്. പിന്നെ കറി പിന്നെ ഇന്നലത്തെ കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഓട്ടട ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അടുത്ത പരിപാടി തുടങ്ങിയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് കറിക്കുള്ള റെഡിയാക്കുകയാണ് കേട്ടോ. പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പ് കുക്കറിൽ കഴുകി കൊണ്ട് വെച്ചു. കറി എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയിലും പിന്നെ പരിപ്പും ക്യാരറ്റും കൂടി തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കഴുകിയ പരിപ്പിലോട്ട് 2 പച്ചമുളകും ക്യാരറ്റും കൂടി അതിലിട്ടൊന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അത്യാവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ കാണുന്നത്. കറിക്ക് കുക്കറിൽ ഇടുന്നൊന്നും ശരിക്കും കാണുന്നില്ല അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ അപ്പോൾ ശരിക്കും കാണുന്നുണ്ട് എന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ശരിക്കും കാണുന്നില്ല അതല്ലേ. അങ്ങനത്തെ അത് പിന്നെ കുക്കറിലിട്ടു. അതിന് ശേഷം ഓട്ടട ഒരടുപ്പത്ത് വേവുണ്ട് കേട്ടോ. പിന്നെ കറിക്കുള്ളത് ഈസിക്കുമ്മലും വെച്ചു. പിന്നെ കറിക്കുള്ള തേങ്ങ ചിരണ്ടാണ് കേട്ടോ. ഒറ്റയ്ക്ക് തന്നെയല്ലേ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കുന്നതൊക്കെ ഒരു സംഭവമാണ് കേട്ടോ. അത് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അടുപ്പത്ത് ഓട്ടട വേവുന്നുണ്ട്, പിന്നെ തേങ്ങ ചിരകുന്നുണ്ട്, പിന്നെ ഈസി വെക്കുമ്പോൾ പരിപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഒരു കൈ കൊണ്ട് തന്നെ അല്ലേ ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പിന്നെ പണി കഴിയും കേട്ടോ. അതുകൊണ്ടാണ് ഓട്ടട അടുപ്പത്ത് ഇട്ടുകൊണ്ട് മറ്റുള്ള പണികൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ തേങ്ങ ചിരകൽ കഴിഞ്ഞു കേട്ടോ. തേങ്ങ കറിക്കുള്ളത് ഒറ്റക്കല്ല കേട്ടോ. പിന്നെ ചമ്മന്തിക്കുള്ളതും ഉണ്ട്, പിന്നെ ഉപ്പേരിക്കുള്ളതും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഓട്ടട ഉണ്ടാക്കലും കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഓട്ടടയും കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി കഴിയാൻ സമയത്താട്ടോ ഒരുപാടായല്ലോ എന്ന് തോന്നിയത്. എന്നാൽ പിന്നെ കുഴപ്പമില്ല, ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം തിന്നോളല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒക്കെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ആദ്യം തന്നെ കറിക്കുള്ള തേങ്ങ ഇട്ടെടുത്തത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ 2 ചെറിയ ജീരകവും പിന്നെ 2 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണേ. അപ്പോഴേക്കും നമ്മൾ ഓട്ടടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആ ചട്ടി എടുത്ത് വെച്ചു. ഞാനിങ്ങനെ അടുപ്പ് പിടിപ്പിച്ചാൽ പിന്നെ എല്ലാം അടുപ്പത്ത് തന്നെ വെക്കും കേട്ടോ. അഥവാ ചോറൊക്കെ എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അടുപ്പുമൊക്കെ പോവുകയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഗ്യാസുമ്മലാട്ടം ഉണ്ടാക്കും. അങ്ങനത്തെ ചട്ടിയിലേക്ക് ഞാൻ പരിപ്പ് വേവിച്ചയും ഇല്ലേ, പരിപ്പും പിന്നെ ക്യാരറ്റും കൂടി വേവിച്ചില്ല, അത് ആദ്യം തന്നെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. അതിൽ പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അതിന് ശേഷം മുരിങ്ങൻ്റെ ഇലയും അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ അരച്ച് വെച്ച തേങ്ങയില്ലേ, അതും അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. അങ്ങനെ മുരിങ്ങൻ്റെ ഇല കറി റെഡി ആയിട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നല്ലതുമാണ്, ഹെൽത്തിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മുരിങ്ങക്കായും ക്യാരറ്റൊക്കെ അല്ലേ, അത് കണ്ണിനൊക്കെ നല്ലതല്ലേ. പിന്നെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുത്തു. പിന്നെ ചോറ് വെക്കണമല്ലോ. അപ്പോൾ അരി നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇന്ന് പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം കൂട്ടാനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയില്ല, എന്തെങ്കിലും തട്ടിക്കൂട്ടൊക്കെ ഒപ്പിക്കുകയാണ് കേട്ടോ. എനിക്കുള്ള ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം, എല്ലാവരും ഉണ്ടാകുമ്പോൾ ഞാൻ എല്ലാ കൂട്ടാനും ഒക്കെ ഒപ്പിക്കൂട്ടാം. പക്ഷേ ഞാൻ ഒറ്റക്കാണ്, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി പണിക്കും പോയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് തട്ടിക്കൂട്ട് ഒപ്പിക്കുള്ളൂ കേട്ടോ.
എല്ലാവരും ഉണ്ടാകുമ്പോൾ അതൊരു രസം വേറെയല്ലേ. അങ്ങനെ ഇത് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അടിച്ചു തരാൻ വേണ്ടിയിട്ട്. മുറ്റടിച്ച് വന്നപ്പോഴേക്കും ചോറ് തിളച്ചിട്ടുണ്ട്. കാരണം നല്ല കനലുണ്ടായിരുന്നില്ല അടുപ്പത്ത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ തിളച്ചു. പിന്നെ അത് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ആ മാങ്ങ കൊണ്ട് ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ മാങ്ങയ്ക്ക് ഇഞ്ചിയും പച്ചമുളകും പിന്നെ 2 പുതിനേൻ്റെ ഇലയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇഞ്ചിയും മാങ്ങയും പച്ചമുളകും കൂട്ടിയിട്ട് ആദ്യം അരച്ചു കൊടുത്തിട്ട് ഒരു ഇത്തിരി ഉപ്പിട്ടുകൊണ്ട് അത് ആദ്യം തന്നെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് മാങ്ങയും പിന്നെ പുതിനയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒരു ഇത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടേസ്റ്റി മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടോ. ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ടേസ്റ്റൊക്കെ നോക്കല്ല, നോമ്പ് കഴിഞ്ഞില്ലല്ലേ. പിന്നെ അത് ചമ്മന്തിപ്പണി കഴിഞ്ഞതിന് ശേഷം ഇടിച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇടിച്ചക്ക കുട്ടിച്ചക്ക എന്നൊക്കെ പറയില്ല ഓരോരോ ഭാഗത്ത്. ചക്ക ഉണ്ടായിരുന്നു. അത് പിന്നെ ഉപ്പേരി വെക്കാണ്ടില്ല ഏർപ്പാടില്ലാണ് കേട്ടോ. അങ്ങനെ അത് കഴുകിയിട്ട് കുക്കറിലിട്ട് വെച്ചു കേട്ടോ. പിന്നെ അത് ഈ ചക്ക അരിഞ്ഞെടുക്കുകയാണേ. പിന്നെ ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടോ. അത് മുതിരയിലോട്ടന്നെ ഇട്ട് കൊടുത്ത് അത്യാവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വിസിലടിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്കുള്ള ചമ്മന്തിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. 2 പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങ ഇട്ടുകൊണ്ട് പിന്നെ അത്യാവശ്യം ഉപ്പ് ഇട്ടുകൊണ്ട് ഒരു ചമ്മന്തി അരക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചോറ് വന്നിട്ടോ. റേഷൻ്റെ ചെയ്തുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അടുപ്പിൻ്റെ ചെറിയ അടുപ്പില്ല, അതിൽ ഞാൻ വെള്ളം വെച്ചിരുന്നു. അപ്പോൾ പിന്നെ അത് ചെറിയ ചൂടൊക്കെ ആയിട്ടുണ്ട്. ആ വെള്ളം തന്നെ മുകൾക്കാണ്ട് വെച്ചെടുത്തു. അങ്ങനത്തെ ചോറൊക്കെ ഊറ്റി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കിയിട്ടോ. റേഷൻ അരിയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോറാവട്ടെ. വേവുള്ള അരിയാണെന്നുണ്ടെങ്കിലും സമയം ഒരുപാട് പിടിക്കൂട്ടോ. അപ്പോഴേക്കും 8:30 മണിയായപ്പോഴേക്കും ഏകദേശം അടുക്കളപ്പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഞാനിത് അടിച്ചു തരാൻ വന്നതാണ്. നമ്മൾ ഫിനിമോൾ ചായ വേണം വെച്ചെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ചായ കൊടുത്തു കേട്ടോ. ചായ അല്ല കേട്ടോ, വെള്ളമാണ് കേട്ടോ. ഇവിടെ ചായ കൂടുതലായിട്ടൊന്നും കുടിക്കില്ല കേട്ടോ. ആദ്യമൊക്കെ രാവിലെയും വൈകുന്നേരം കുടിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ രാവിലെയും കുറച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം മാത്രമാണ് കേട്ടോ കുടിക്കാറ്. പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം ഉച്ചക്ക് മീനല്ല കേട്ടോ, ഇന്ന് മുട്ടയാണ്. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചതാണ്. മുട്ട പുഴുങ്ങിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടോ ഈ മസാല റെഡിയാക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി എടുത്ത് അതിന് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി ചിക്കൻ മസാല 2 മണി വലിയ ജീരകവും പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മസാലയ്ക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിരുന്നു. അതിന് ശേഷം ഓരോ മുട്ട എടുത്തിട്ട് ചെറിയ ഇങ്ങനെ വരകളാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മസാല അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 മസാല തേച്ചു. പിന്നെ നമ്മൾ ഫിനിമോൾക്കുള്ളത് മസാല തേച്ചില്ല, അവൾക്ക് എരിവ് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഇടിച്ചക്ക വന്നതും റെഡി ആയിട്ടാണ്. പിന്നെ അതിലോട്ട് പിന്നെ ചമ്മന്തി റെഡിയാക്കി വെച്ചിരുന്നില്ലേ, അതും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പിന്നെ ചുവന്ന മുളകും വേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് അത് ഇതിൻ്റെ മുകൾക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ ടേസ്റ്റി ഇടിച്ചക്കുപ്പേരി റെഡി ആയിട്ടോ. പിന്നെ നമ്മൾ മസാല തേച്ച മുട്ട ഉണ്ടായിരുന്നു, അതിന്ന് നല്ലോണം എണ്ണ ചൂടായതിൻ്റെ ശേഷം ഒന്ന് ഇട്ട് കൊടുത്താണ് കേട്ടോ. അത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ പണി ചെയ്ത് തീർക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പണിയും ചെയ്ത് തീർത്തിട്ട് ഞാൻ പിന്നെ അടിച്ചു വരാനും തുടക്കാനൊക്കെ പോവുള്ളൂ കേട്ടോ. പിന്നെ മീൻ പൊരിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷം കേട്ടോ മീൻ പൊരിക്കുള്ളൂ. പിന്നെ ഗ്യാസുമേ വെച്ചിട്ടല്ലേ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ മറന്നു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ ഈ സ്പോട്ടിൽ തന്നെ ചെയ്യും. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞു. നമ്മൾ പുറത്തൊരു ബൈപ്പാസ് ഉണ്ടല്ലോ കുട്ടികൾ പറയുമ്പോൾ അതൊക്കെ കഴുകി കുളി കഴിഞ്ഞ് കയറിയപ്പോൾ 10:30 ആയിട്ടോ. പിന്നെ റെസ്റ്റ് ആയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാലിൽ വെരിക്കോസ് ആയ കാരണം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റെസ്റ്റ് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. എന്നാലും 10:30 ആയപ്പോഴേക്ക് കഴിഞ്ഞു കേട്ടോ. ഇത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കുള്ള ചോറ് വിളമ്പാണേ. അപ്പോൾ ഇന്ന് നാടൻ ഫുഡാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നെ കറി മുരിങ്ങൻ്റെ ഇലയും ക്യാരറ്റും ഒക്കെ അല്ലേ. മുരിങ്ങക്കായ നമ്മളുടെ വീട്ടിലുള്ളത് തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇടിച്ചക്ക പിന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടാണ് കേട്ടോ. പിന്നെ മാങ്ങ പിന്നെ നമ്മളെ മാമൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഇതൊക്കെ കൂടി ചേർന്നിട്ട് തട്ടിക്കൂടെ നാടൻ വിഭവങ്ങളായിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ്. പിന്നെ നമ്മൾ ഷിബിലി മോൾക്ക് പിന്നെ പപ്പടം വേണം കേട്ടോ. അപ്പോൾ പപ്പടം ഉണ്ടോ വെച്ചിരുന്നത് 4 പൊരിച്ചുണ്ടായിരുന്നു കേട്ടോ. അത് കറക്റ്റാണ്. അങ്ങനെ പപ്പടം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഓരോ ദിവസവും ഫുഡ് ഉണ്ടാക്കൽ. നമ്മൾ വിചാരിച്ചാൽ പെട്ടെന്ന് തീരാവുന്ന അടുക്കളപ്പണിയേ ഉള്ളൂ കേട്ടോ.
രാവിലെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളപ്പണി ഒക്കെ എളുപ്പം കഴിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയുണ്ട് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.